ചാപ്റ്റർ 22 റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ സെക്ഷനിലോട്ട് പോവാം. ദ ബനിയൻ ട്രീ വിച്ച് ഈസ് വെരി വെൽ നോൺ ഈസ് എ വെറൈറ്റി ഓഫ് ഫിഗ് ട്രീ. ദ നെയിം ബനിയൻ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് നീഡ് സം എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത് ആൾമരം വളരെ ഒരു വെൽ നോൺ വെൽ ഫേമസ് ആയിട്ടുള്ള ഒരു മരമാണ് ഈ ഒരു ആൾമരം എന്ന് പറയുന്നത്. എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു മരം തന്നെയാണ് ഒരു ബനിയൻ ട്രീ, ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈസ് എ വെറൈറ്റി ഓഫ് ഫിഗ് ട്രീ എന്ന് വെച്ചാൽ അത്തിമരം. ആ ഒരു മരത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൽപ്പെട്ട അതുപോലത്തെ തന്നെയാണ് ഈ ഒരു ആൽമരം എന്ന് പറയുന്നത്. അത്തിമരം പോലെ തന്നെയാണ്. ദ നെയിം ബനിയൻ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് നീഡ് സം എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു ബനിയൻ ട്രീ എന്ന് വന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു പേര് വരാനുള്ള കാരണത്തിന് ചില എക്സ്പ്ലനേഷൻസ്, ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. The name seems to have been given originally by Europeans in the Persian Gulf to the tree under with Hindu members of the merchant class used to assemble for worship or business, and gradually the name spread to the other parts of India and Asia. അപ്പോൾ എന്താണ് ഈ ഒരു പേര് വരാനുള്ള കാരണം? ഇത് ഒറിജിനലായിട്ട് ആരാണ് ഈ ഒരു പേര് വിളിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ബനിയൻ ട്രീ എന്നുള്ള പേര് യൂറോപ്യൻസ് പേർഷ്യൻ ഗൾഫിലെ യൂറോപ്യൻസ് ആണ് ഈ ഒരു പേര് വിളിച്ചത്. എന്തുകൊണ്ടായിരുന്നു? ടു ദ ട്രീ അണ്ടർ വിച്ച് ഹിന്ദു മെമ്പേഴ്സ് ഓഫ് ദ മെർച്ചൻ്റ് ക്ലാസ്. അപ്പോൾ മെർച്ചൻ്റ് ക്ലാസ്സിലുള്ള ഹിന്ദുസ് എന്ത് ചെയ്തിരുന്നു? അവരെ എന്ത് ചെയ്തിരുന്നു? ഈ ഒരു മെർച്ചൻ്റ് ക്ലാസ്സിനെയാണ് ബനിയാസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഹിന്ദുവിലെ ഹൈ ക്ലാസ്സിലുള്ള മെർച്ചൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന ഇവരെ ബനിയാസ് എന്നാണ് വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്തിരുന്നു? ഇവർ കൂട്ടമായിട്ട് ഈ ഒരു ബനിയൻ ട്രീ, ഒരു ആൾമരത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു വേർഷിപ്പ്, അവർ ആരാധനയും അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവർ കച്ചവടമൊക്കെ ചെയ്തിരുന്നത്. ആൻഡ് ഗ്രാജുവലി ദ നെയിം സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ഹിന്ദുവിലെ മെർച്ചൻ്റ് ക്ലാസ് ആയിട്ടുള്ള ഈ ബനിയാസ് എന്ത് ചെയ്തിരുന്നു? കൂട്ടമായിട്ട് എന്ത് ചെയ്തിരുന്നു? ഈ ഒരു ആൾമരത്തിൻ്റെ ഇടയിലാണ് അവർ ആരാധനയും അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് യൂറോപ്യൻസ് അവർക്ക് ബനിയൻ ട്രീ, ഒരു ആൾമരത്തിൻ്റെ പേര്, ഈ ബനിയൻ ട്രീ എന്നുള്ള പേര് വന്നത്. ആൻഡ് ഗ്രാജുവലി ദ നെയിംസ് സ്പ്രെഡ്. അപ്പോൾ പതുക്കെ എന്ത് ചെയ്തിരുന്നു? ഈ ഒരു പേര്, ഈ ഒരു ബനിയൻ ട്രീ എന്നുള്ള പേര് ഓൾ അതർ പാർട്സ്, ഇന്ത്യയുടെയും ഏഷ്യയുടെയും എല്ലാ പാർട്സിലേക്കും സ്പ്രെഡ് ചെയ്തിരുന്നു. അത് ഫേമസ് ആയി എന്നാണ് ഈ ഒരു ബനിയൻ ട്രീ. For centuries, poets and writers in India have sung and written about the banyan tree. അപ്പോൾ ബനിയൻ ട്രീനെ കുറിച്ചിട്ട് ഇന്ത്യയിലുള്ള പോയറ്റ്സും എഴുത്തുകാരും റൈറ്റേഴ്സും, അപ്പോൾ കവികളും അതുപോലെ തന്നെ എഴുത്തുകാരും ഈ ഒരു ബനിയൻ ട്രീനെ കുറിച്ചിട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലത്തോളം, സെഞ്ച്വറീസോളം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷൻ ഫസ്റ്റ് പാരയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. The banyan tree seems to be common to the sub-Himalayan forest and the slopes of the hill ranges in peninsular India. At present, it is commonly seen planted along many of the roads of India, near temples and shrines and open grounds near village. Often the tree is the rallying point for the village, a kind of clubhouse where much of the social life and business of the community is carried out, and much of the gossip exchanged. Its cool shade affords welcome relief from the burning sun in the hotter parts of the country. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നത്? അപ്പോൾ എന്താണ് നെക്സ്റ്റ് പാരയിൽ പറയുന്നത്? ദ ബനിയൻ ട്രീസ് സീംസ് ടു ബി കോമൺ ടു ദ സബ് ഹിമാലയൻ ഫോറസ്റ്റ് ആൻഡ് സ്ലോപ്സ് ഓഫ് ദ ഹിൽ റേഞ്ചസ് ഇൻ പെനിൻസുലർ ഇന്ത്യ. അപ്പോൾ എന്താണ് ഈ ഒരു ആൾമരം എന്ന് പറയുന്നത്? എവിടെയൊക്കെയാണ് കാണാൻ സാധിച്ചത്? മുമ്പൊക്കെ എവിടെയാണ് ഈ ഒരു ബനിയൻ ട്രീ, ഈ ആൾമരം ഉണ്ടായിരുന്നത്? കോമൺ ആയിട്ടും ഹിമാലയൻ വനത്തിലും അതുപോലെ തന്നെ ചരിവിലും പിന്നെ ഉപദ്വീപിലെ മലനിരകളിലുമൊക്കെയാണ് ഈ ഒരു ആൾമരം കണ്ടിരുന്നത്. അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് കോമൺലി സീൻ പ്ലാന്റഡ് അലോങ് മെനി ഓഫ് ദ റോഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് ഇപ്പോൾ എവിടെയാണ് അത് കാണാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ടും അത് റോഡ് ഓഫ് ഇന്ത്യ, ഒരു റോഡ് സൈഡിലൊക്കെ പ്ലാന്റഡ് അലോങ് മെനി ഓഫ് ദ റോഡ്സ് ഓഫ് ഇന്ത്യയിൽ പല റോഡിൻ്റെ ഇതിലൂടെ നമുക്കിത് പ്ലാന്റ് ചെയ്തിട്ട് ഇത് നട്ടുപിടിപ്പിച്ചിട്ട് കാണാം. നിയർ ടെമ്പിൾസ് ആൻഡ് ഷ്രൈൻസ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തും ആരാധനാലയങ്ങളുടെ, ഷ്രൈൻസ് വെച്ചാൽ ആരാധനാലയങ്ങളുടെ അടുത്തും, ആൻഡ് ആൻ ഓപ്പൺ ഗ്രൗണ്ട്സ് നിയർ വില്ലേജ്. അപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ട്, ഈ ഒരു ഗ്രാമത്തിലുള്ള ഓപ്പൺ ഗ്രൗണ്ടിലൊക്കെ ഈ ഒരു ആൾമരം കാണാൻ സാധിക്കും.
സാധിക്കുന്നുണ്ടെന്നാണ്. ഓഫൻ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് ഓഫൻ ദ ട്രീ ഈസ് ദ റാലിയിങ് പോയിന്റ് ഫോർ ദ വില്ലേജ്. അപ്പോൾ എന്താണ് ഈ ഒരു മരം എന്ന് പറയുന്നത് സംഘം ചേരാനുള്ള ഒരു ഒരു സംഘം ചേരുന്നത് ഈ ഒരു മരത്തിൻ്റെ ആ ഒരു അടുത്താണ്. എന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ അടിയിലാണ് ഈ ഒരു സംഘം ചേരലൊക്കെ. അതാണ് റാലയിങ് പോയിന്റ് ഫോർ ദ വില്ലേജ് എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഈ ഒരു ട്രീൻ്റെ അടിയിലാണ് സംഘം ചേർന്നിരുന്നത്. എ കൈൻഡ് ഓഫ് ക്ലബ് ഹൗസ് വെയർ മച്ച് ഓഫ് ദ സോഷ്യൽ ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഇതൊരു ക്ലബ് ഹൗസ് എന്ന രീതിയിൽ എന്ന് വെച്ചാൽ സോഷ്യൽ ലൈഫ്, അവർ ബിസിനസ്സും കച്ചവടവും അതുപോലെ തന്നെ അവർ ഓരോ കാര്യങ്ങളും ഇവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്, അവർ ചർച്ച ചെയ്തിരുന്നത്. ഈ ഒരു സമുദായത്തിൽ പെട്ടവർ എന്ത് ചെയ്തിരുന്നു, ആ ഒരു ആൽമരത്തിൻ്റെ ആ ഒരു തണലിൽ അതിൻ്റെ ചുവട്ടിലാണ് എന്ത് ചെയ്തിരുന്നത്, അവർ ബിസിനസ് പരമായും അതുപോലെ തന്നെ സോഷ്യൽ ലൈഫ് എല്ലാ കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്തിരുന്നത്, ചർച്ച ചെയ്തിരുന്നതൊക്കെ. ആൻഡ് മച്ച് ഓഫ് ദ ഗോസിപ്പ് എക്സ്ചേഞ്ച്ഡ്. അപ്പോൾ ഗോസിപ്പ് എന്ന് വെച്ചാൽ പരദൂഷണങ്ങളൊക്കെ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ചുവട്ടിലായിരുന്നു എന്നാണ്. ഇറ്റ്സ് കൂൾ ഷെയ്ഡ് അഫോർഡ്സ് വെൽക്കം റിലീഫ് ഫ്രം ദ ബേണിംഗ് സൺ ഇൻ ദ ഹോട്ടർ പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ അതിൻ്റെ ഒരു മരം എന്ത് നൽകുന്നു, അവർക്ക് കൂൾ ഷെയ്ഡ്, നല്ലൊരു തണുത്ത തണൽ നൽകുന്നുണ്ട്. പിന്നെ താങ്ങാവുന്ന അതിൻ്റെ ഒരു മരത്തിൻ്റെ ആ ഒരു ഇല എന്ന് പറയുന്നത് ഒരു കൂളായിട്ട് എല്ലാവർക്കും ഒരു തണൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സമാധാനം, റിലീഫ് കിട്ടുന്നുണ്ട് അതിൻ്റെ അടിയിൽ. ഈ ഒരു ചൂട് സമയത്തൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ടിരുന്നാൽ നമുക്ക് നല്ല അനുഭവപ്പെടും, നല്ല തണുപ്പ് അനുഭവപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ചൂട് അനുഭവപ്പെടില്ല എന്നാണ്. അതിന് പകരം നമുക്ക് നല്ലൊരു തണുത്ത ഒരു തണൽ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. ഇറ്റ് ഈസ് ആൻ എനോർമസ് ട്രീ 17 to 100 feet high, sending down roots from the branches which enter the ground and form trunks, thus extending the growth of the tree indefinitely. These roots that come out the branches are at first as slender as cotton threads, but once they become attached to the ground, they grow into mighty pillars that support the weight of the heaviest branches. The leaves are oval in shape and smooth and shining. അപ്പോൾ എന്താണ് ഈ ഒരു ആൽമരത്തിൻ്റെ അതിൻ്റെ ഒരു രൂപത്തെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ എനോർമസ് ട്രീ 17 to 100 feet ഹൈറ്റ്. അപ്പോൾ ഇതൊരു വലിയ മരമാണ്. ഈ ആൽമരം എന്ന് പറയുന്നത് വലിയൊരു മരമാണ്. 70 മുതൽ 100 feet ഹൈറ്റ് ഉള്ള ഒരു മരമാണ്. അപ്പോൾ സെൻഡിങ് ഡൗൺ റൂട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് വിച്ച് എൻറ്റർ ദ ഗ്രൗണ്ട് ആൻഡ് ഫോം ട്രങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ശാഖകൾ, ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ അതിൻ്റെ കൊമ്പ് ഇതിൻ്റെ കൊമ്പ് ഡൗൺ റൂട്ട്സ്, ഇതിൻ്റെ വേരുകൾ വീണ്ടും താഴോട്ട് പോയിട്ട് അതിൽ നിന്ന് പുതിയ ട്രങ്ക്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആൽമരം കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ട്രങ്ക്സ് ദസ് എക്സ്റ്റെൻഡിങ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ ഇൻഡെഫിനറ്റ്ലി. അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിൽ നിന്ന് ഒരുപാട് ട്രങ്ക്സ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻഡെഫിനിറ്റ്ലി എന്ന് വെച്ചാൽ ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആൽമരത്തിൻ്റെ രൂപം എങ്ങനെയാണ്, ഇൻഡെഫിനിറ്റ്ലി എന്ന് വെച്ചാൽ ദസ് എക്സ്റ്റെൻഡിങ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ ഇൻഡെഫിനിറ്റ്ലി. ഇത് ഒരു ബ്രാഞ്ചിൽ നിന്ന്, ഇതിൻ്റെ കൊമ്പിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ഇത് ഗ്രൗണ്ടിലോട്ട് പോയിട്ട് വീണ്ടും പുതിയ ട്രങ്ക്സൊക്കെ ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് റൂട്ട്സ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആർ അറ്റ് ഫസ്റ്റ് ആസ് സ്ലെൻഡർ ആസ് കോട്ടൺ ത്രെഡ്സ്. അപ്പോൾ ഈ ഒരു കൊമ്പിൽ നിന്ന് വരുന്ന ആ റൂട്ട്സ്, ആ വേരൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. സ്ലെൻഡർ ആസ് കോട്ടൺ ത്രെഡ്സ് എന്ന് വെച്ചാൽ നല്ല മൃദുലമായ, സ്ലെൻഡർ എന്ന് വെച്ചാൽ കോമളമായ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ത്രെഡ്സ് മാതിരിയുള്ള, കോട്ടൻ്റെ പഞ്ഞി പോലെയുള്ളതായിരിക്കും. പക്ഷേ ബട്ട് വൺസ് ദേ ബിക്കം അറ്റാച്ച്ഡ് ടു ദ ഗ്രൗണ്ട്, പക്ഷേ അത് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് അറ്റാച്ച് ചെയ്താൽ എന്താവും, ദേ ഗ്രോ ഇൻ ടു മൈറ്റി പില്ലേഴ്സ് ദാറ്റ് സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ദ ഹെവിയസ്റ്റ് ബ്രാഞ്ചസ്. അപ്പോൾ അത് നല്ലൊരു ഹെവി ആയിട്ട് ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടിയിലോട്ട് പോയാൽ എന്ത് ചെയ്യും, നല്ലൊരു ഹെവിയസ്റ്റ് ബ്രാഞ്ചസ് ആയിട്ട് അതിൻ്റെ കൊമ്പ് വേരിലോട്ട് ഭൂമിയുടെ അടിയിലോട്ട് പോയാൽ
പില്ലർ മാതിരി, പില്ലർ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു തൂണിൻ്റെ അത്ര നല്ല എന്താവും ഹാർഡായിരിക്കും എന്നാണ്. ആദ്യം സോഫ്റ്റ് ആയിരിക്കും, പിന്നീട് അത് ഗ്രൗണ്ടിൽ പോയാൽ വളരെ ഹാർഡായിരിക്കും എന്നാണ് പറയുന്നത്. ദ ലീവ്സ് ആർ ഓവൽ ഇൻ ഷേപ്പ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനിങ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഷേപ്പാണ് പറയുന്നത്, ഈ ലീവ്സിൻ്റെ അതിൻ്റെ ഇലകളുടെ ഷേപ്പാണ് പറയുന്നത്. ഓവൽ ഷേപ്പാണ്, ഓവലായിട്ടുള്ള വെച്ചാൽ മുട്ടയുടെ ആകൃതമുള്ള ആ ഒരു ഷേപ്പാണ് ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് സ്മൂത്ത് വെച്ചാൽ മിനുസ്മരണ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് എന്ന് പറയുന്നത്. സ്മൂത്ത് ആൻഡ് ഷൈനിങ്, തിളങ്ങുന്നതുമായിട്ടുള്ള എന്താണ് തിളങ്ങുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലകളാണ് ഈ ഒരു ആൽമരത്തിനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് പാരയിലോട്ട് പോകാം. ദ ബനിയൻ ട്രീ ഈസ് ഫ്രീക്വൻലി പ്ലാന്റഡ് അലോങ് സ്ട്രീറ്റ്സ് ആൻഡ് റോഡ്സ്. അപ്പോൾ ഈ ബനിയൻ ട്രീ എന്താണ്, സ്ട്രീറ്റ്സ് തെരുവുകളിലും റോഡ് സൈഡിലൊക്കെ പ്ലാന്റ് ചെയ്തിരുന്നു, നട്ടുപിടിപ്പിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ പ്ലേസസ് ഇൻ ദ വില്ലേജ് ദാറ്റ് ഇറ്റ് റീച്ച് ഇസ് ഫുൾ ഗ്ലോറി. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു, ഓപ്പൺ പ്ലേസിൽ, ഈ ഗ്രാമത്തിലൊക്കെ ഓപ്പൺ പ്ലേസ്, ഓപ്പൺ ഏരിയയിലാണിത് ആൾക്കാരൊക്കെ കാണും വിധത്തിലാണ് ഈ ഒരു ആൽമരം നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മഹത്വം എല്ലാവരിലേക്കും എത്തിച്ചേർന്നിരുന്നതാണ്. ദാറ്റ് ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഫുൾ ഗ്ലോറി. ഗ്ലോറി എന്ന് വെച്ചാൽ മഹത്വം. ഇതിൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിച്ചേർന്നു. കാരണം എന്താണ്, ഇതൊരു പബ്ലിക് ഏരിയയിൽ അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസിൽ എല്ലാവരും കാണുന്ന ഒരു പ്ലേസിലാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിയിരുന്നു. ആസ് ദ ട്രീ ഗ്രോസ് ഇൻ സൈസ് ദ നമ്പർ ഓഫ് റൂട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു ട്രീ വലുതാകും തോറും എന്തായിരുന്നു, ഇതിൻ്റെ ആ കൊമ്പിൽ നിന്ന് വീണ്ടും വേര് വന്നിട്ട് ഒരുപാട് ഇതിൻ്റെ നമ്പർ ഓഫ് എന്താണ്, ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഈ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്തിരുന്നു, കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ദ ട്രീ ബിക്കംസ് ഗ്രേറ്റർ അൺടിൽ എ ഹോൾ ബറ്റാലിയൻ ക്യാൻ ഷെൽട്ടർ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് സം ഓഫ് ദ ഓൾഡർ ട്രീസ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്താണ്, ഈ ഒരു ട്രീയിൽ എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നു നമുക്ക്, എന്താണ് ഇതിൻ്റെ ദ ട്രീ ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ദ ട്രീ ബിക്കംസ്, ഈ ഒരു മരം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു മരം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രേറ്റർ അൺടിൽ എ ഹോൾ ബറ്റാലിയൻ. അപ്പോൾ ഒരു എന്താണ് സേന വിഭാഗം അണിനിറങ്ങുന്ന എന്ന് വെച്ചാൽ ഒരുപാട് സേന വിഭാഗത്തിന് എന്ത് ചെയ്യാനുള്ള ഷെൽട്ടർ, അവർക്കുള്ള ഒരു ഷെൽട്ടറും കൂടിയാണ്, ഷെൽട്ടറായിട്ടും ഈ ഒരു മരത്തെ നമുക്ക് നൽകുന്നുണ്ട്. ഒരു തണൽ, ആ ഒരു വലിയ ഒരു സേന വിഭാഗത്തിനുള്ള നിൽക്കാവുന്ന ഒരു മരം എന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ ഇടയിൽ നമുക്കൊരു സേന വിഭാഗം നിന്നാൽ അത്രയ്ക്കും വലുതായിരുന്നു ആ മരം എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്തിരുന്നു, ഷെൽട്ടർ ചെയ്തിരുന്നു, നമുക്ക് തണൽ നൽകിയിരുന്നു. അതിൻ്റെ സംരക്ഷണം, ഷെൽട്ടർ എന്ന് വെച്ചാൽ സംരക്ഷണം, ആ ഒരു സേന വിഭാഗത്തിനുള്ള സംരക്ഷണം പോലെ ആ ഒരു മരം അത്രത്തോളം വലുതായിരുന്നു. ഓൾഡർ ട്രീസ്, ആ മരങ്ങൾ, ആൽമരം ഓൾഡർ ആകുമ്പോൾ അല്ലെങ്കിൽ പഴയതാകുമ്പോൾ അതിൻ്റെ എന്താണ് ആ ഒരു ഷെൽട്ടറും കാര്യങ്ങളും ഒരു ബറ്റാലിയൻക്ക് കിട്ടാവുന്നത്. ബറ്റാലിയൻ എന്ന് വെച്ചാൽ സേന വിഭാഗത്തിന് ഒരു എന്താണ്, അവർക്ക് ഒരു സംരക്ഷണം പോലെയാണ് ഈ ഒരു മരത്തിൻ്റെ ഉപയോഗം എന്നാണ് പറയുന്നത്. There are some famous banyan trees in India. അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഈ ബനിയൻ ട്രീസ് ഉണ്ട്, ആൽമരം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദ റോയൽ ബൊട്ടാനിക് ഗാർഡൻ സിപ്പൂർ, കൽക്കത്ത. അപ്പോൾ കൽക്കത്തയിലെ റോയൽ ബൊട്ടാനിക് ഗാർഡനിലുള്ള ഒരു ട്രീ ആണ് അത്. ഫോർ എക്സാമ്പിൾ, വിച്ച് ഈസ് 3.6 meters അറൗണ്ട് ദ ട്രങ്ക് ആൻഡ് ക്രൗൺ ഓഫ് റൂഫ് ഓഫ് വിച്ച് കവേഴ്സ് 416 meter. അപ്പോൾ ഇതിൻ്റെ എന്താണ് 3.6 3.6 മീറ്ററാണ് ഇതിൻ്റെ ട്രങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂഫ് എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പാർട്സ്, അതിൻ്റെ താഴോട്ടുള്ള ആ പാർട്സ്, ആ ഒരു റൂഫ് എന്ന് പറയുന്നത് 416 മീറ്ററാണുള്ളത്. അപ്പോൾ എന്താണ്, അത്രത്തോളം വലുതായിട്ടുള്ള ഒരു ആൽമരമായിരുന്നു റോയൽ ബൊട്ടാനിക് ഗാർഡൻ, കൽക്കത്തയിലെ റോയൽ ബൊട്ടാനിക് ഗാർഡനിൽ ഉണ്ടായിരുന്ന ആ ഒരു ആൽമരം എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ ലാർജർ വൺ ഇൻ സത്താര, മഹാരാഷ്ട്ര. അപ്പോൾ സത്താര മഹാരാഷ്ട്രയിൽ അതിനേക്കാളും വലുതായിട്ടുള്ളൊരു മരം ഉണ്ടായിരുന്നു. 483 മീറ്ററിലുള്ള ഒരു ആൽമരം കൂടി ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിലൂടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 പോവാം.
അപ്പോൾ സെക്ഷൻ 2-ൽ എന്താണ് പറയുന്നത് നോക്കാം. ഓൾ വെർട്ടിബ്രേറ്റ് ഓർ ബാക്ക് ബോൺ എനിമൽ ലൈഫ് ഇൻ ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 classes, ദ വാം ബ്ലഡഡ് എനിമൽസ് ആൻഡ് ദ കോൾഡ് ബ്ലഡഡ്. അപ്പോൾ ഈ ഓൾ വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത് നട്ടലുള്ള ജന്തുക്കളെയാണ്. അപ്പോൾ നട്ടലുള്ള ജന്തുക്കളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാം ബ്ലഡഡ് എനിമൽസും അതുപോലെ തന്നെ കോൾഡ് ബ്ലഡഡ് എനിമൽസും ആയിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ഫോമർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ഫോമർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വാം ബ്ലഡഡ് എനിമൽസ് ആണ്. അപ്പോൾ ഫോമർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ദോസ് ഹൂസ് ബ്ലഡ് കീപ്സ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഈസ് ലിറ്റിൽ അഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എയർ. അപ്പോൾ അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ലിറ്റിൽ അഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു സറൗണ്ടിങ്, ആ ഒരു ചുറ്റുവട്ടത്തു നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഒരു എയർ, ആ ഒരു കാറ്റിൽ നിന്ന് അവർക്ക് ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്യില്ല. ചെറിയ രീതിയിൽ മാത്രമേ അവർക്ക് ആ ഒരു ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യൂ. അവർ വലിയ മാറ്റങ്ങളൊന്നും, വലിയ ടെമ്പറേച്ചറൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ ഒരു വാം ബ്ലഡഡ് എന്ന് പറയുന്ന അവരുടെ ഇത്. ഓക്കെ, അപ്പോൾ ദ ലാറ്റർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ലാറ്റർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആണ്. അപ്പോൾ ലാറ്റർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ഫിഷസും അതുപോലെ തന്നെ ഫ്രോഗ്സും പിന്നെ റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ ഇഴജന്തുക്കളാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. വൂസ് ബ്ലഡ് ടെമ്പറേച്ചർ ചേഞ്ചസ് വിത്ത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ടെമ്പറേച്ചറിലും മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ വാം ബ്ലഡഡ് അങ്ങനെയല്ല, ചുറ്റുമുള്ള ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ടെമ്പറേച്ചർ മാറുന്തോറും അവരുടെ ടെമ്പറേച്ചറിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ ലാറ്റർ ഗ്രൂപ്പ്, അതായത് കോൾഡ് ബ്ലഡഡ് അനിമൽസ്, അതായത് ഫിഷും ഫ്രോഗും ഇഴജന്തുക്കളുടേതൊക്കെ അവരുടെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ മാറുന്തോറും അവരുടെ ടെമ്പറേച്ചറും മാറ്റങ്ങൾ ഉണ്ടാവാം. ദ വാം ബ്ലഡഡ് അനിമൽസ് ആർ ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു മമാൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ് വിച്ച് ആർ കവേർഡ് വിത്ത് hair, bear, live and suckle them and ഓക്കെ. അപ്പോൾ എന്താണ് ദ വാം ബ്ലഡഡ് എനിമൽസ്? അപ്പോൾ വാം ബ്ലഡഡ് എനിമൽസ് എന്ന് പറയുന്നത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മമാൽസ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഈ ഹ്യൂമൻ ബീങ്സും മമാൽസാണ്. അപ്പോൾ അവരെന്താണ്, അവരുടെ ശരീരം മൊത്തം രോമം കൊണ്ടും അതുപോലെ തന്നെ അവർ കുട്ടികളെ പ്രസവിക്കുകയും അവർക്ക് പാലൂട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് മമാൽസ് എന്ന് പറയുന്നത്. ആൻഡ് ബേർഡ്സ് വിച്ച് ആർ കവേർഡ് വിത്ത് ഫെദേഴ്സ് ലേ എഗ്സ് ആൻഡ് ആസ് റൂൾ മേക്ക് ദം ഹാച്ച് വിത്ത് ദ ഹീറ്റ് ഓഫ് ദിയർ ബോഡീസ്. അപ്പോൾ ഈ ഒരു ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അവരുടെ ശരീരം മൊത്തം ഫെദേഴ്സാണ്. ഈ എന്താണ് അവരുടെ ഫെദേഴ്സ് എന്ന് പറയുന്നത് അവരുടെ അപ്പോൾ എന്താണ്, ബേർഡ്സ് വിച്ച് ആർ കവേർഡ് വിത്ത് ഫെദേഴ്സ് ലേ എഗ്സ് ആൻഡ് ആസ് റൂൾ മേക്ക് ദം ഹാച്ച് വിത്ത് ദ ഹീറ്റ് ഓഫ് ദിയർ ബോഡീസ്. അപ്പോൾ അവരുടെ തൂവലുകൾ, ഈ ഒരു ബേർഡ്സ് എന്ന് പറയുന്നത് അവരുടെ ശരീരം മൊത്തം തൂവലുകളാണ്. പിന്നെ ഇവരെങ്ങനെയാണ്, ഇവർ മുട്ട വെച്ചിട്ട് അതിൽ അടയിരിക്കുകയാണ്. അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ചൂട് കൊണ്ട് മുട്ട വെച്ച് അടയിരുന്നിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ തോൽപ്പിക്കുന്നത്. അതാണ് നെക്സ്റ്റ് പാരയിലോട്ട് പോകാം. ബേർഡ്സ് ആർ ദ ഓൺലി ഫെതേർഡ് ക്രിയേച്ചേഴ്സ് in the world. At first sight it might seem that all birds are the same. They all fly about, build nest and lay eggs. അപ്പോൾ എന്താണ്, ബേർഡ്സ് മാത്രമാണ് എന്താണ് ഈ ഒരു വേൾഡിൽ എന്താണ് ഈ ഒരു തൂവലുള്ള ഒരു വർഗം എന്ന് പറയുന്നത് ഈ ഒരു ബേർഡ്സ് ആണ്, പക്ഷികളാണ്. അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇറ്റ് മൈറ്റ് സീം ദാറ്റ് ഓൾ ബേർഡ്സ് ആർ ദ സെയിം. അപ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു സൈറ്റിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ പക്ഷികളെല്ലാം ഒരുപോലെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എങ്ങനെ, എല്ലാം ഫ്ലൈ ചെയ്യും, പറക്കാൻ എല്ലാത്തിനും സാധിക്കും. they all fly about, build nest and lay eggs. അപ്പോൾ എല്ലാം എന്ത് ചെയ്യും, പറക്കാനും സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ കൂട് നിർമ്മിക്കാൻ അതിന് സാധിക്കും, അതുപോലെ തന്നെ മുട്ടയിടാനും സാധിക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണ് പറയുന്നത്, പക്ഷികളെല്ലാം ഒരേപോലെയാണെന്നാണ്. എ ക്ലോസർ ലുക്ക് വിൽ ഷോ ദാറ്റ് ഇൻ ഫാക്ട് ബേർഡ്സ് ലൈഫ് ഇൻക്ലൂഡ്സ് മെനി ഫോംസ് വിച്ച് ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം one another and which sometimes seem to bear very little relationship to one another after all. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു പക്ഷിയെക്കുറിച്ച് ഒരുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ടെന്ന്.
വെരി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കുറച്ചും കൂടി എന്താണ് ആ ഒരു പക്ഷിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആൻഡ് വിച്ച് സംടൈംസ് സീം ടു ബെയർ വെരി ലിറ്റിൽ റിലേഷൻഷിപ്പ് ടു വൺ അനദർ ആഫ്റ്റർ ഓൾ. അപ്പോൾ ഒന്നിൽ നിന്ന് പിന്നൊന്നിൽ ഒരു അത്ര വലിയ റിലേഷനൊന്നും ഒരു പക്ഷിയെ പോലെ മറ്റൊരു പക്ഷിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള എന്താണ് ഒരു റിലേഷനൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. It includes the tiny hummingbird which is not bigger than a man's thumb, and the ostrich which stands as high as a pony. It includes birds which can fly thousands of miles, and others like the penguins which cannot raise themselves off the ground. It includes birds which weave elaborate nests like the weaver birds, and other which lay their eggs straight on the ground without any preparation. It includes birds which require highly specialized foods like vultures which will only eat dead animals, and still others like crows which eat practically anything except metal. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. പറഞ്ഞത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ടൈനി ഹമ്മിങ് ബേർഡ് വിച്ച് ഈസ് നോട്ട് ബിഗർ ദാൻ എ മാൻസ് തമ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണുമ്പോൾ എല്ലാ പക്ഷികളും ഒരുപോലെ തോന്നും. കാരണം എല്ലാം പറക്കുന്നതും അതുപോലെ തന്നെ മുട്ടയിടുന്നതും അതിൻ്റെ കൂട് പണിയുന്നതും ഒക്കെ ആയിട്ട് നമുക്കെല്ലാം ഒരുപോലെ കാണും ഫസ്റ്റ് കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ എന്താണ് പക്ഷികൾ വ്യത്യസ്ത ഗ്രൂപ്പിൽ പെട്ട പക്ഷികളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യസ്തമായതാണ്. ചെറിയൊരു റിലേഷൻ മാത്രം, ചെറിയൊരു ബന്ധം മാത്രമാണ് എല്ലാ പക്ഷികൾക്കുള്ളത്. എല്ലാം ഒരുപോലെ അല്ല എന്നാണ്. അപ്പോൾ അതിലൊന്നാണ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. ഹമ്മിങ് ബേർഡ് എന്താണ് മനുഷ്യൻ്റെ ഒരാളുടെ നമ്മുടെ ഈ ഒരു തമ്പിൻ്റെ അത്രയും എന്താണ് വലിപ്പം ഉള്ള ആ ഒരു ചെറിയൊരു ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് ചെറുതാണ്. അതുപോലെ തന്നെ ഓസ്ട്രിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓസ്ട്രിച്ച് വിച്ച് സ്റ്റാൻഡ്സ്. ഓസ്ട്രിച്ച് എന്ന് വെച്ചാൽ ഒട്ടകപ്പക്ഷി എന്താണ് സ്റ്റാൻഡ്സ് ആസ് ഹൈ ആസ് പോണി. പോണി എന്ന് വെച്ചാൽ ചെറിയൊരു കുതിരയുടെ അത്ര വലുപ്പമാണ് ഈ ഒരു ഓസ്ട്രിച്ചിനുള്ളത്. അപ്പോൾ ഈ ഒരു വലുതായിട്ടുള്ള ബേർഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള പക്ഷികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേർഡ്സ് വിച്ച് ക്യാൻ ഫ്ലൈ തൗസൻഡ്സ് ഓഫ് മൈൽസ്, ആൻഡ് അതേഴ്സ് ലൈക്ക് ദ പെൻഗ്വിൻസ് വിച്ച് കനോട്ട് റൈസ് ദംസെൽവ്സ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഒരുപാട് 1000 മൈൽസ് വരെ പറക്കാവുന്ന പക്ഷികളുണ്ട്. അതുപോലെ തന്നെ പെൻഗ്വിൻസ് എന്ന് പറയുന്നത് അവർക്ക് പറക്കാൻ സാധിക്കും. അവർ ഗ്രൗണ്ടിൽ ഈ ഒരു എന്താണ് അവർ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ എന്താണ് പറക്കാൻ സാധിക്കാതെ അവർ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പക്ഷികളാണ് പെൻഗ്വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തൗസൻഡ്സ് ഓഫ് 1000 മൈൽസ് പറക്കാവുന്നതും അതുപോലെ തന്നെ പറക്കാൻ സാധിക്കാത്തതുമായ പക്ഷികളുണ്ടെന്നാണ്. പിന്നെ ഒരു പക്ഷികൾ എന്താണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേർഡ്സ് വിച്ച് വീവ് എലോബറേറ്റ് നെസ്റ്റ് ലൈക്ക് എ വീവർ ബേർഡ്സ്, ആൻഡ് ദ അതർ വിച്ച് ലേ ദ എഗ് സ്ട്രൈറ്റ് ഓൺ ദ ഗ്രൗണ്ട് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. അപ്പോൾ വേറൊരു തരം പക്ഷികളെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മുട്ട വെക്കാനാണ്. അവർ മുട്ട വെക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർ കൂടൊക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് അവർ മുട്ട വെക്കാറ്. പക്ഷേ ചില പക്ഷികൾ എന്താണ് അവർ ഈ ഒരു മണ്ണിലൊക്കെ അവർ കൂടൊന്നും നിർമ്മിക്കാതെ തന്നെ മണ്ണിലൊക്കെ മുട്ട വെക്കുന്ന പക്ഷികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് തരം പക്ഷികളെ കുറിച്ചാണ് ഇവിടെ, വ്യത്യസ്ത രീതിയിലുള്ള പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. വേറൊരു തരം പക്ഷികളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേർഡ്സ് വിച്ച് റിക്വയർ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫുഡ്സ് ലൈക്ക് വൾച്ചേഴ്സ് വിച്ച് വിൽ ഓൺലി ഈറ്റ് ഡെഡ് എനിമൽസ്, ആൻഡ് സ്റ്റിൽ അതേഴ്സ് ലൈക്ക് ക്രോസ് വിച്ച് ഈറ്റ് പ്രാക്ടിക്കലി എനിത്തിങ് എക്സ്പെക്ട് മെറ്റൽ. അപ്പോൾ എന്താണ് ഒരു കൂട്ടം പക്ഷികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എങ്ങനത്തെയുള്ള പക്ഷികളാണ് ഇവർ? വൾച്ചേഴ്സ് വിച്ച് വിൽ ഓൺലി, ഇവർ ചത്ത മാംസങ്ങളൊക്കെ കഴിക്കുന്ന പക്ഷികളുണ്ട്. അതുപോലെ തന്നെ എന്തും കഴിക്കുന്ന ഈ കാക്ക എന്ന് പറയുന്നത് ക്രോ, ഇത് എന്തും കഴിക്കും. മെറ്റൽ ഒഴികെ എന്തും കഴിക്കുന്ന മെറ്റൽ ഒഴികെ എന്തും കഴിക്കുന്ന പക്ഷികളുമുണ്ട്. അതുപോലെ തന്നെ ചത്ത ഒരു അതിൻ്റെ ആ ശവം കഴിക്കുന്ന പക്ഷികളുണ്ടെന്നാണ്, അതിൻ്റെ ഫ്ലഷ് കഴിക്കുന്ന പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബേർഡ്സ് ലൈക്ക് ദ ഡൊമസ്റ്റിക് hen whose chicks start running about the scratching for themselves as soon as they are hatched, and the others like parakeets and eagles whose chicks cannot leave their nest for several weeks. അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് ആ ഒരു ആ ഒരു കോഴി വിരിഞ്ഞതിന് ശേഷം തന്നെ അതെന്ത് ചെയ്യും, അതിൻ്റെ ഫുഡ് അത് ചില്ലി പിറക്കും എന്നാണ്. എന്ന് വെച്ചാൽ അത് സ്വയം ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫുഡൊക്കെ ചില്ലി ഫുഡൊക്കെ എടുക്കും എന്നാണ്. പക്ഷേ വേറൊരു ടൈപ്പ് പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്, പാരാക്കിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള തത്തകളാണ്. അതും ഈഗിൾസ്, ഈ പരുന്തും ഇതുപോലത്തെ ഉള്ളവ, ഈ പാരാക്കിറ്റ്സൊക്കെ അവരുടെ
നെസ്റ്റിൽ അവരുടെ കൂട്ടിൽ തന്നെ ഒരുപാട് വീക്സ്, സെവറൽ വീക്സ്, ഒരു 2-3 ആഴ്ചയൊക്കെ അവർ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കും. അതിന് സ്വന്തമായിട്ട് ഫുഡൊന്നും എടുക്കാനോ കഴിക്കാനൊന്നും സാധിക്കില്ല. കാരണം അത് കൂട്ടിൽ തന്നെ ഒരുപാട് ആഴ്ചകളോളം ഇരിക്കേണ്ട വരും. And finally, it includes birds which seem to be unable to live away from the company of man. And finally, it includes birds which seem to be unable to live away from the company of man, and others which retreat and become extinct as soon as human beings come near the areas in which they live. അപ്പോൾ ഇവിടെ ഫൈനലായിട്ട് വേറൊരു കൂട്ടം പക്ഷികളെ കുറിച്ച് പറയുകയാണ്. ചില പക്ഷികളുടെയും മനുഷ്യരുടെ സാമീപ്യമില്ലാതെ അവർക്ക് ജീവിക്കാനേ സാധിക്കില്ല. മനുഷ്യന്മാരില്ലെങ്കിൽ അവർ ചത്തുപോകുന്ന പക്ഷികളുണ്ട്. പക്ഷേ വേറെ ചില കൂട്ടം പക്ഷികൾ എങ്ങനെയാണ്, അവർക്ക് മനുഷ്യർ അവരുടെ അടുത്ത് ചെന്നാൽ ഉടനെ മരിക്കുന്ന പക്ഷികളുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പക്ഷികൾ, ഒരുപാട് ബേർഡ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനെയും കാണാൻ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോഴെല്ലാം സിമിലർ ആണ്. എന്ന് വെച്ചാൽ പറക്കാൻ സാധിക്കും, മുട്ടയിടാൻ സാധിക്കും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു അത് നെസ്റ്റൊക്കെ ബിൽഡ് ചെയ്യും, നിർമ്മിക്കും എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ, പക്ഷേ നമ്മളതിനെ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്താൽ, കൂടുതലായിട്ട് പക്ഷികളെ കുറിച്ച് പഠിച്ചാൽ എല്ലാം വ്യത്യസ്ത രീതിയിൽ സൈസിലും ഷേപ്പിലും ആയാലും അതിൻ്റെ ജീവിക്കുന്ന ശൈലിയും മറ്റും എല്ലാം ഡിഫറെൻ്റ് ആണെന്നാണ് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.